നമ്മുടെ ദിനചര്യകളിലും നിങ്ങളുടെ ആരോഗ്യ രീതികളിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ കാര്യം ദിനചര്യകളിലെ ഭക്ഷണക്രമത്തെ പറ്റിയാണ്. ഓഫീസിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഭക്ഷണം കഴിക്കാതെ പോകുന്ന എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വന്നിട്ട് കഴിക്കാതിരിക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചു തീർക്കുന്ന ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കുന്ന എത്ര വീട്ടമ്മമാരുണ്ട്? ഇതിൽ നമ്മൾക്ക് പോകെ ഉണ്ടാവുന്ന കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഈ വക ആഹാരക്രമത്തിൽ നിന്നാണ് പകുതിയും വരുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ആഹാരക്രമത്തിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ഓവർനൈറ്റ് ഓട്സോ അല്ലെങ്കിൽ ഒരു ഓട്ട് മീൽ, ഓട്സ് സ്മൂത്തി എന്തെങ്കിലും നിങ്ങൾ ആഹാരത്തിൽ ഒരു 6 മണി 7 മണി സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നല്ലപോലെ ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഓട്ട് മീലിന്റെ കൂടെ നിങ്ങൾക്ക് മറ്റേ ചിയ സീഡ്, സൺഫ്ലവർ സീഡ് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഡോക്ടറെ വീട്ടിൽ ഞാൻ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എത്രയോ ഓടുന്നുണ്ട് ഡോക്ടർ എന്ന് പറയുന്ന ആളുകളിൽ ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, ലിഫ്റ്റ് യൂസ് ചെയ്യുക, അതേപോലെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഇൻക്ലൂഡ് ചെയ്യുക, എറോബിക് എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുക, യോഗ പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. WHO പറയുന്നത് ഒരു 150 മിനിറ്റ്സ് വീക്ക്ലി ചെയ്യണമെന്നാണ്. അതിൽ അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ 24 മണിക്കൂർ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്? സോ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷാവർഷം നമ്മുടെ ബോഡിയിൽ മസിൽ മാസ് കുറയും. അത് സാർക്കോപീനിയ എന്ന് പറയും. അതിനെ റിഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ വേണം. നമ്മൾ മറ്റേ ഒരുപാട് മസിൽ വരും അങ്ങനെയൊന്നും അല്ല. ഫീമെയിൽ ബോഡിയിൽ നമ്മൾ ലീൻ മസിൽ മാസ് വേണം. അതിന്റെ കൂടെ ഒരു ബോൺ നമ്മൾ സ്ട്രെങ്ത് ഒക്കെ ആവണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങും അതിന്റെ കൂടെ ചെറിയ രീതിയിൽ കാർഡിയോയും ഒക്കെ ചെയ്തു പോകണം. അടുത്തത് സപ്ലിമെന്റ്സ് ആണ്. സപ്ലിമെന്റ്സിൽ 30 കഴിഞ്ഞ് 90s കിഡ്സിന് മുട്ടുവേദന എന്ന് പറഞ്ഞ് നമ്മൾ റീലുകൾ കാണാറുണ്ട് അല്ലെ. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സപ്ലിമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് വൈറ്റമിൻ ഡി. നമ്മൾ അധികം വെയിൽ കൊള്ളുന്ന കുറവാണ്, ഒരുപാട് ചൂടൊക്കെ ആയി, എന്നാലും ആ ഇളം വെയിൽ നമ്മളുടെ ആ വൈറ്റമിൻ ഡി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നില്ല. ലെവൽസ് ചെക്ക് ചെയ്യുക. ബോൺ ഗ്രോത്തിനും മൂഡ് സ്വിങ്സിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ആവശ്യമാണ്. അത് ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ലെവല് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് omega-3 ഫാറ്റി ആസിഡ്. നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബാക്കി ഫാറ്റി ലിവർ കാര്യങ്ങൾക്കൊക്കെ omega-3 ഫാറ്റി ആസിഡ് നല്ലതാണ്. നെക്സ്റ്റ് വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ആണ്. ഫാറ്റി ലിവറിനും നമ്മുടെ ഹോൾ ഹെയർ സ്കിന്നിനൊക്കെ വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ ആർത്തവത്തിലധികം ബ്ലഡ് ലോസ് ഉള്ള ആൾക്കാരിൽ അയൺ കറക്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. ജോബിന്റെ സ്ട്രെസ് ആവാം, വീട്ടിലെ സ്ട്രെസ് ആവാം. നമ്മുടെ സ്ട്രെസ്സുകൾ നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് വേറെ എസ്കേപ്പിസത്തിലേക്ക് പോകും. ചിലപ്പോൾ ചിലര് ഒരുപാട് ട്രാവൽ ചെയ്യും, ചിലപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കും, അങ്ങനെ പലതും ഉണ്ട്. സ്ട്രെസ്സിൽ നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പലവിധത്തിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതിയിൽ എത്താതിരിക്കാൻ ട്രെയിൻഡ് ആയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മൾ മെൽ റോബിൻസ് ഒക്കെ പറയുന്നത് പോലെ നോ വൺ ഈസ് കമ്മിങ് ടു പുഷ് യു, നോ വൺ ഈസ് കമ്മിങ് ടു ടെൽ യു ടു എക്സസൈസ്. അതേപോലെ നമ്മളെ പൊക്കിയെടുത്ത് നടന്നേ പറ്റൂ. അതുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.